തൃശ്ശൂർ പൂരത്തിൻ്റെ ലഹരിയിലേക്ക് അമരുകയാണ് ആ നഗരമാകെ. സാമ്പിൾ വെടിക്കെട്ട് ഇന്നാണ് രാത്രി 7-നാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കുക. അതേസമയം ചമയ പ്രദർശനം ആരംഭിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും ചമയ പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും സാനു കെ സജീവ് ഒപ്പുചേരുന്നു. സാനു, പൂരത്തിലേക്കെന്ന് നമ്മൾ പറയുകയായിരുന്നു. ശരിക്കും പൂരം തുടങ്ങി, പൂരാവേശം തുടങ്ങി. പൂരം തുടങ്ങിയിട്ട് ദിവസങ്ങളായി. പൂരാവേശ തിമിർപ്പിലാണിപ്പോൾ തൃശ്ശൂർ. കാരണം ചമയ പ്രദർശനം തുടങ്ങി, വൈകിട്ട് സാമ്പിൾ വെടിക്കെട്ട് വരാനിരിക്കുന്നു. നാളെ പൂരവിളംബരമാണ്, മറ്റന്നാൾ പൂരവും. തീർച്ചയായിട്ടും നിറങ്ങളും തിളക്കങ്ങളും നിറഞ്ഞ കവാടത്തിലേക്ക്, അതായത് ചമയ പ്രദർശനത്തിന്റെ കവാടം തുറന്നിരിക്കുകയാണ്. പാറമേക്കാവിന്റെ ചമയ പ്രദർശനമാണ് അല്പം മുമ്പ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തത്. എന്തായാലും അതിന് തൊട്ടു പിന്നാലെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നൂറുകണക്കിന് ആളുകളാണ് ഈ ചമയ പ്രദർശനം കാണാൻ വേണ്ടി ഈ പാറമേക്കാവിന്റെ ചമയ പ്രദർശനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ടാണ് സാമ്പിൾ വെടിക്കെട്ട്, അതായത് പൂരം, അതായത് പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റിന് തൊട്ടു പിന്നാലെ തന്നെ ഈ തൃശ്ശൂർ നഗരം തൃശ്ശൂർ ജില്ല ഒന്നാകെ തന്നെ പൂരത്തിന്റെ ലഹരിയിലേക്ക് അമർന്നിരുന്നു. എന്തായാലും ഈ ചമയ പ്രദർശനം കൂടെ ആരംഭിച്ചതോടുകൂടി പൂർണ്ണതയിലേക്ക്, അതായത് പൂരത്തിന്റെ ഒരു ആവേശം പൂർണ്ണതയിലേക്ക് എത്തിയെന്ന് തന്നെ പറയാം. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പൂരപ്രേമികൾ ഈ പൂരനഗരിയിലേക്ക് ഒഴുകുകയാണ്. ഇപ്പൊ പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനമാണ് അല്പം മുമ്പ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തത്. ഇനി ഇതിന് തൊട്ടു പിന്നാലെ തിരുവമ്പാടിയുടെ ചമയ പ്രദർശന ഉദ്ഘാടനം നടക്കും. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് ആ വിഭാഗം മാറിയിരിക്കുകയാണ്. അല്പനേരത്തിനുള്ളിൽ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെയായിരിക്കും അവിടുത്തെ ചമയ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുക. എന്നാലും പാറമേക്കാവിലേക്ക് അവരുടെ ചമയ പ്രദർശനം നടത്തുന്ന ചമയ പ്രദർശനിയിലേക്ക് ആളുകൾ ഒഴുകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ടാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത്. അതായത് ഈ പ്രദർശനിയിലടക്കം ഒരുപാട് നിരവധി സസ്പെൻസുകൾ, പൂരത്തിന്റെ കുടകളിലടക്കം സസ്പെൻസുകൾ നിറച്ചുകൊണ്ടുള്ള ഒരു പ്രദർശനമാണ് ഇക്കുറി നടക്കുന്നത്. അതായത് ഇവരുടെ ഈ ചില കരവിരുതുകൾ നിറഞ്ഞിട്ടുള്ള കുടകളടക്കം ഇതിലേക്ക് വന്നിട്ടില്ല, ഈ പ്രദർശനിയിലേക്ക് വന്നിട്ടില്ല. അത് പൂരപ്പറമ്പിൽ, അതായത് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്ത് പൂരപ്പറമ്പിൽ കുടമാറ്റ സമയത്ത് ഗജവീരന്മാരുടെ മുകളിൽ നമുക്ക് ഞങ്ങളുടെ സ്പെഷ്യൽ കാണാമെന്നാണ് ഇരു വിഭാഗങ്ങളും പറയുന്നത്. എന്തായാലും വെടിക്കെട്ടിലും അതേപോലെ തന്നെ കുടമാറ്റത്തിലും എല്ലാം വലിയ സ്പെഷ്യലുകളും അത് നിറച്ചുകൊണ്ടുള്ള വലിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചടങ്ങുകളായിരിക്കും ഇക്കുറി നടക്കുക. വാശിയേറിയ ചടങ്ങുകളായിരിക്കും ഇക്കുറി നടക്കുക. എന്തായാലും പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത്. സാനു, ഈ തൃശ്ശൂരുകാരുടെ ഭാഷ തന്നെ ഒരു പൂരമാണല്ലോ. അപ്പോൾ അവരിലേക്ക് കൂടി ഒന്ന് പോകാമെന്ന് തോന്നുന്നു. ആ പൂരാവേശം അതൊക്കെ അവരുടേതായ ശൈലിയിലൊന്ന് പറയുന്നത് കേൾക്കാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അവരിലേക്ക് തന്നെ പോകാം. ഇപ്പം പാറമേക്കാവിൻ്റെ ചമയ പ്രദർശന വേദിയിലാണ് നമ്മളുള്ളത്. അല്പസമയത്തിനുള്ളിൽ തിരുവമ്പാടിയിലേക്കും ഈ പൂരപ്രദർശനം ആരംഭിക്കും. അവിടെ കേന്ദ്രമന്ത്രിയാവും ഉദ്ഘാടനം ചെയ്യുക. എന്തായാലും നമുക്ക് ഈ പ്രദർശനം കാണാനെത്തിയവരോട് തന്നെ അവരുടെ ഒരു ആവേശം നമുക്ക് ചോദിച്ചറിയാം. ഈ പ്രദർശനിക്കുള്ളിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നൂറുകണക്കിന് ആൾക്കാരാണ് ഈ പ്രദർശനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവരോട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ആവേശം ചോദിച്ചറിയാം. അടിപൊളിയായിട്ട് അത് ഞങ്ങളെ എല്ലാ കൊല്ലം വരാറുണ്ട് പ്രദർശനം കാണാൻ. അതെ, ഇത് കഴിഞ്ഞാൽ തിരുവമ്പാടിക്ക് പോകും. അപ്പൊ എല്ലാവരും വലിയൊരു ആവേശത്തിലാണ്, മണിക്കൂറുകൾ കാത്തിരുന്നാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് മറ്റൊരാളോട് വിളിച്ചു. പൂരമൊക്കെ നല്ല ആവേശത്തിൽ തന്നെയാണ്. ഞങ്ങൾ എല്ലാ കൊല്ലവും വരാറുണ്ട്. കുടമാറ്റത്തിനും നാളെ കാലത്തും വരും, തെക്കോട്ടർക്ക് കാണാനൊക്കെ വരും. എല്ലാത്തിനും പൂരം നേരിട്ട് വന്ന് കാണും. തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങളിവിടെ അടുത്ത അത്താണിയിലാണ്. എന്തായാലും തീർച്ചയായിട്ടും ഇവർ പൂരം നേരിട്ട് വന്ന് കാണുമെന്ന് മണിക്കൂറുകൾ കാത്തിരുന്നതിന് ശേഷമാണ് ഇവർ ഈ ചമയ പ്രദർശനം കാണാൻ തന്നെ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്നും നാളെയും അതേപോലെ തന്നെ പൂരത്തിനും നേരിട്ടെത്തുമെന്ന് തന്നെയാണ് തൃശ്ശൂർക്കാർ നമ്മളോട് പറയുന്നത്. എന്തായാലും ചമയ പ്രദർശനിയിലേക്ക് ആളുകൾ കയറി പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. രാവിലെ തൊട്ട് തന്നെ ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാത്തിരുന്നവർ, മണിക്കൂറുകളായി കാത്തിരുന്നവരാണ് ഈ ചമയ പ്രദർശന വേദിയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണരാജ്, പൂരാവേശ പെരുക്കത്തിലേക്ക് കൊട്ടിക്കയറുകയാണ് പതിയെ തൃശ്ശൂർ. ചമയ പ്രദർശനം തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് സാമ്പിൾ വെടിക്കെട്ട് നടക്കും. സാനു, സാമ്പിൾ വെടിക്കെട്ട് പോലെ തന്നെ പ്രധാനമാണ് തൃശ്ശൂരുകാർക്ക്. ഇന്നും നിരവധി പേർ അവിടേക്ക് ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല.
ഒരുക്കങ്ങൾ എങ്ങനെയാണ്? അതായത് ഈ പൂരാവേശത്തിൻ്റെ ലഹരിയിലേക്ക് ആ നഗരമാകെ എത്തിച്ചേരുന്ന നിമിഷങ്ങളാണല്ലോ. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? തീർച്ചയായിട്ടും സാമ്പിൾ വെടിക്കെട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. അതായത് ഈ നിരവധി സസ്പെൻസുകൾ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടുള്ള ഒരു വെടിക്കെട്ട് തന്നെയായിരിക്കും ഇക്കുറി ഉണ്ടാവുക. അതായത് ഈ നമ്മുടെ സൈനികരുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പല സെഗ്മെന്റുകളും ഈ വെടിക്കെട്ടിൽ ഉണ്ടാകുമെന്ന് തിരുവമ്പാടിയും അതേപോലെ തന്നെ പാറമേക്കാവും പറഞ്ഞിട്ടുണ്ട്. തിരുവമ്പാടി വ്യക്തമാക്കിയിരിക്കുന്നത് ആകാശത്ത് ഷൂട്ടൗട്ട് നടത്തുമെന്ന് തന്നെയാണ്. അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ കൂടെ പശ്ചാത്തലത്തിൽ ഈ ഒരു സൈനികരുടെ ആത്മവിശ്വാസം, രാജ്യസ്നേഹം അടക്കം ഉയർത്തിക്കാട്ടുന്ന തരത്തിലുള്ള പല സെഗ്മെന്റുകളും തങ്ങൾ ഇതിൽ കൊണ്ടുവരുമെന്ന് തന്നെ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുടമാറ്റത്തിലും അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഉണ്ടാകും. എന്തായാലും ഈ കുടമാറ്റവും വെടിക്കെട്ടും എല്ലാം വലിയൊരു ആവേശപൂർവ്വം വരവേൽക്കാൻ വേണ്ടി തൃശ്ശൂരിലെ ജനത പൂർണ്ണമായിട്ടും ഒരുങ്ങിയെന്ന് തന്നെ വേണം പറയാനായിട്ട്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് പാറമേക്കാവിൻ്റെ ചമയ പ്രദർശനി പൂർണ്ണമായും ഈ പൂരപ്രേമികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മണിക്കൂറുകൾ കാത്തിരുന്നാണ് ഇവർക്ക് ഇതിനുള്ളിലേക്ക് തന്നെ എത്താൻ സാധിച്ച. ഉദ്ഘാടനത്തിന് തൊട്ടു പിന്നാലെ ഇവർ ഈ പ്രദർശനിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ ആവേശത്തിലാണ് എല്ലാവരും. ഈ പൂരം കാണുക, പൂരത്തിൽ പങ്കാളിയാവുക, പൂരത്തിനൊപ്പം നടക്കുക, പൂരം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കടമ കൂടി തൃശ്ശൂരിലെ ജനത ഏറ്റെടുത്തു എന്ന് വേണം നമ്മൾക്ക് വ്യക്തമാക്കാനായിട്ട്. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ചടങ്ങുകളും പൂർത്തിയായിരിക്കുകയാണ്. ഇപ്പം നിലവിൽ പാറമേക്കാവിന്റെ ചമയ പ്രദർശനി ഈ പൂരപ്രേമികളെ പൂരാവേശത്തിലേക്ക് വരുന്നു. തൃശ്ശൂർ സാനു കെ സജീവാണ് വിവരങ്ങൾ നേടിയത്. വരും വാർത്തകളിലും പൂരം തന്നെയാകും നമുക്ക് പ്രധാനം.